ഹലോ കുട്ടികളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 1 മൈ ഫാമിലി ആൻഡ് മീ ഒന്ന് നോക്കിയാലോ. കണ്ടോ, അതിൽ ചാപ്റ്റർ 1 ടു ലിറ്റിൽ ഹാൻഡ്സ് എന്ന പോയമുണ്ട്. അതൊരു പോയമാണ്, കവിതയാണ്. ലെറ്റ് us sing, നമുക്കൊന്ന് പാടി നോക്കാം. ടു ലിറ്റിൽ ഹാൻഡ്സ് ഗോ ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്, two little legs go tap tap tap, two little eyes are open wide, one little head goes side to side. നമുക്കൊന്നുകൂടെ വായിക്കാമേ. ടു ലിറ്റിൽ ഹാൻഡ്സ് ഗോ ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്, രണ്ട് കുഞ്ഞു കൈകൾ, രണ്ട് കൊച്ചു കൈകൾ. ഗോ ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്, അവ ഇങ്ങനെ കൈ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് കൊച്ചു കൈകൾ എന്താ ചെയ്യുന്നത്? കൈ കൊട്ടുകയാണ്. അല്ലേ, പടം കണ്ടില്ലേ? അതിൽ ആ കൊച്ചു പെൺകുട്ടി തൻ്റെ രണ്ട് കൈകളും കൊണ്ട് ക്ലാപ്പ് ചെയ്യുകയാണ്. ടു ലിറ്റിൽ ഹാൻഡ്സ് ഗോ ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്, ടു ലിറ്റിൽ ലെഗ്സ് ഗോ ടാപ്പ് ടാപ്പ് ടാപ്പ്. ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴെയുള്ള പെൺകുട്ടി കണ്ടോ, അവൾ കാലുകൾ കൊണ്ട് താളം പിടിക്കുകയാണ്. ടു ലിറ്റിൽ ലെഗ്സ് ഗോ ടാപ്പ് ടാപ്പ് ടാപ്പ്, രണ്ട് കുഞ്ഞി കാലുകൾ കൊണ്ട് അവൾ താളം ചവിട്ടുകയാണ്. പിന്നെയോ, ടു ലിറ്റിൽ ഐസ് ആർ ഓപ്പൺ വൈഡ്, രണ്ട് കണ്ണുകൾ അവൾ നന്നായി തുറന്നു പിടിച്ചിരിക്കുന്നു. ടു ലിറ്റിൽ ഐസ് ആർ ഓപ്പൺ വൈഡ്, രണ്ട് കണ്ണുകൾ നന്നായി തുറന്നു പിടിച്ചിരിക്കുകയാണ്. എന്തിനാ? ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കാണുവാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? കണ്ണുകൾ കൊണ്ടല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ രണ്ട് കണ്ണുകളും രണ്ട് കുഞ്ഞു കണ്ണുകൾ തുറന്നു പിടിച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നോക്കി കാണാനായിട്ടാണ്. ദേ ആർ ഓപ്പൺ വൈഡ്. വൺ ലിറ്റിൽ ഹെഡ് ഗോസ് സൈഡ് ടു സൈഡ്, ആ ചെറിയതല്ല നോക്കി, ആ പടത്തിൽ അവളുടെ ചെറിയതല്ല. വൺ ലിറ്റിൽ ഹെഡ്, ഒരു ചെറിയതല്ല. ഗോസ് സൈഡ് ടു സൈഡ്, അത് വശങ്ങളിലേക്ക് ഇങ്ങനെ ആട്ടുന്നുണ്ട്. വൺ ലിറ്റിൽ ഹെഡ് ഗോസ് സൈഡ് ടു സൈഡ്. നമ്മൾ തലയാട്ടുന്ന എപ്പോഴാണ്? താളം ചവിട്ടുന്ന എപ്പോഴാണ്? താളം പിടിക്കുന്നതും കൈ കൊട്ടുന്നതും ഒക്കെ നമുക്ക് സന്തോഷം വരുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും ഒക്കെ, അല്ലേ? അതാണ് ഇവിടെ കണ്ടത്. നമ്മൾ പാടുമ്പോൾ എന്ത് ചെയ്യണം? താളം പിടിക്കണം, കൈ കൊട്ടണം, ഇരു കൈകളും കൂട്ടിയടിച്ച് കൈ കൊട്ടണം, രണ്ട് കാലുകൾ കൊണ്ട് താളം പിടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾ നല്ല തുറന്ന് പിടിച്ചിരിക്കണം. വൺ ലിറ്റിൽ ഹെഡ് ഗോ സൈഡ് ടു സൈഡ്, തല ഇങ്ങനെ വശങ്ങളിലേക്ക് ആട്ടണം. അപ്പോൾ അതെന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമുക്ക് രസം പിടിക്കുമ്പോഴാണ്, നമുക്ക് സന്തോഷം തോന്നുമ്പോഴാണ് നമ്മുടെ പാട്ടിന് താളം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നൃത്തം ചവിട്ടുന്നത്. ടു ലിറ്റിൽ ഐസ് ടു ലുക്ക് around, two little ears to hear any sound, two little eyes, രണ്ട് കുഞ്ഞ് കണ്ണുകൾ, to look around, ചുറ്റുപാടൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ചുറ്റും നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് നമ്മുടെ കുഞ്ഞു കണ്ണുകൾ? ടു ലിറ്റിൽ ഐസ് ടു ലുക്ക് അറൗണ്ട്, ചുറ്റുപാടും നോക്കാനായിട്ടാണ്. ടു ലിറ്റിൽ ഇയേഴ്സ് ടു ഹിയർ എനി സൗണ്ട്, രണ്ട് കുഞ്ഞ് ചെവികൾ എന്തിനാണ്? ടു ഹിയർ എനി സൗണ്ട്, എന്തെങ്കിലും ശബ്ദമുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ടു ഹിയർ എനി സൗണ്ട്, ഏത് ശബ്ദവും കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചെറിയ ചെവികൾ, അല്ലേ? വൺ ലിറ്റിൽ നോസ് ടു സ്മെൽ ആൻഡ് ബ്രീത്ത്, നമുക്ക് എന്തിനാ മൂക്ക്? വൺ ലിറ്റിൽ നോസ്, ഒരു ചെറിയ മൂക്ക്. ടു സ്മെൽ ആൻഡ് ബ്രീത്ത്, നമുക്ക് മണം പിടിക്കാനും നമുക്ക് ശ്വസിക്കാനും വേണ്ട. ടു സ്മെൽ ആൻഡ് ബ്രീത്ത്, നമുക്ക് വാസനയൊക്കെ ഉണ്ടെന്നറിയണ്ടേ? റോസാപ്പൂവിൻ്റെ മണം അറിയണം, മുല്ലപ്പൂവിൻ്റെ മണം അറിയണം, അതൊക്കെ അറിയണ്ടേ? അപ്പോൾ അതെങ്ങനെ മണം അറിയുന്നത്? എങ്ങനെയാണ്? മൂക്കുകൊണ്ടാണ്. വൺ ലിറ്റിൽ നോസ് ടു സ്മെൽ മാത്രം മതിയോ? ബ്രീത് ചെയ്യണ്ടേ? ശ്വസിക്കണ്ടേ? ശ്വസിക്കുന്നത് മൂക്കിലൂടെയാണ്. വൺ ലിറ്റിൽ നോസ് ടു സ്മെൽ ആൻഡ് ബ്രീത്ത്, ശ്വസിക്കുന്നത് മൂക്കിലൂടെ കേട്ടോ. വൺ ലിറ്റിൽ മൗത്ത് ദാറ്റ് ലൈക്സ് ടു ഈറ്റ്, നമ്മുടെ വായ എങ്ങനെയാണ്? എന്ത് തിന്നാനായിട്ടുള്ള ആഗ്രഹമുണ്ടല്ലേ? മുട്ടായിയൊക്കെ തിന്നാനുള്ള ആഗ്രഹമുണ്ട്, ചോക്ലേറ്റ് വേണം, അതൊക്കെ തിന്നാൻ ഇഷ്ടമുള്ള വായ നമുക്കുള്ളത്. Hands to clap, legs to walk, nose to smell, mouth to talk, head to move, eyes to see. I have a little body that belongs to me. Hands to clap, കൈ കൊട്ടാൻ വേണ്ടിയുള്ളതാണ്. Legs to walk, കാലുകൾ നടക്കാൻ വേണ്ടിയുള്ളതാണ്. Nose to smell, മൂക്ക് മണം പിടിക്കാനുള്ളതാണ്, അല്ലെ മണം അറിയാനായിട്ടുള്ളതാണ്. മൗത്ത് ടു ടോക്ക്, വായ സംസാരിക്കാനുള്ളതാണ്. ഹെഡ് ടു മൂവ്, തല അനക്കാൻ വേണ്ടിയുള്ളതാണ്, തല ചലിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഐസ് ടു സീ,
കണ്ണുകൾ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഐ ഹാവ് എ ലിറ്റിൽ ബോഡി ദാറ്റ് ബിലോങ്സ് ടു മീ. എനിക്കൊരു ചെറിയ ശരീരമുണ്ട്, അത് ഇറ്റ് ബിലോങ്സ് ടു മീ, അതെൻ്റേതാണ്. ഇറ്റ് ബിലോങ്സ് ടു മീ, അതെൻ്റേതാണ്. എൻ്റെ ചെറിയ ശരീരം എൻ്റേതാണ്. കുട്ടികളെ, നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടമായോ? ഇതൊരു നല്ല കവിതയല്ലേ? നിങ്ങളൊന്ന് ഈണത്തെ ചൊല്ലിപ്പഠിക്കണം കേട്ടോ. താളം ചവിട്ടിക്കൊണ്ടും കണ്ണൊക്കെ തുറന്നു പിടിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഈ കവിത ചൊല്ലിപ്പഠിക്കണേ കേട്ടോ.